വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും, ഓ ഇതെവിടോ കറങ്ങാൻ പോവുകയാണ് രണ്ടുപേരൂടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അല്ല കേട്ടോ, അച്ചാറിന്റെ കുപ്പി എടുക്കാൻ പോകുന്നത്. സാധാരണ ജോസൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ആക്റ്റീവിൽ പോയി എടുക്കാവുന്നതിന്റെ അത്ര എടുത്തോണ്ടാണ് വരുന്നത്. പക്ഷെ കുറച്ച് കൂടുതൽ വേണമായിരുന്നു. എന്തായാലും പോവുമല്ലേ, അപ്പൊ ഞാനും പറഞ്ഞു ഞാനും വരുന്നെന്ന്. അപ്പൊ പിന്നെ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് വരാമല്ലോ എന്ന് ചിന്തിച്ച് പോയതാണ് കേട്ടോ. ആദ്യം തൊട്ടേ എല്ലാ വീഡിയോസും എടുക്കണമെന്നും പറഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പക്ഷെ നല്ല മഴയായിരുന്നു. അവിടെ ചെന്നിട്ട് കുപ്പിയുടെ സെലക്ഷനും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ അച്ചാറിന്റെ കുപ്പികളും പൗച്ചുകളും ഒക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയതാ. ഓ, അത് പൊളിച്ചു വരുമ്പോഴത്തേക്ക് ഒരു സമയമാവുമല്ലേ? അണ്ടിപ്പരിപ്പ് പോലും ഇത്രയും പൊളിക്കാൻ പാടില്ല. അയ്യോ. ഓ, ദിവസന്റെ പാക്കിങ് ഇതുപോലെ ആളുകൾ ആർത്തി പിടിച്ച് അച്ചാറൊന്ന് പൊളിക്കാൻ നോക്കുമ്പം മണിക്കൂറുകൾ കുത്തിയിരിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? കരുതി കൂട്ടി വെച്ചിരിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ പോയപ്പോൾ പകുതി വഴിയായപ്പോഴാണ് ഫ്ലിപ്കാർട്ടിലെ പയ്യന്റെ ഫോൺ വന്ന സാധനമുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലില്ലല്ലോ. ജോസൻ പറഞ്ഞു അവിടെ അടുത്തൊരു കടയിലെ കൊടുത്തേക്ക്, അവിടുന്ന് എടുത്തോളാമെന്ന്. അപ്പോൾ വന്ന വഴി അവിടുന്ന് എടുത്തതാണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു എന്താ സംഭവം ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സാധനം ഓർഡർ മനുഷ്യനെ ചെയ്തത്. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയേക്കുന്നു. ഓ, ദിവസം പൊളിക്ക്, എന്നിട്ട് ഞാൻ എടുക്കാം. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തില്ലേലേ കൊറിയറുകാർ കൊണ്ടുവരുമ്പോൾ മഴയാതെ അവർ നൂത്ത് പിടിച്ചോണ്ട് കിടക്കത്തില്ലേ? ഫ്ലിപ്കാർട്ടോ ആമസോണോ? ഞാൻ കൂടുതലും ആമസോണാ. അയ്യോ, യുറേക്ക യുറേക്ക. അയ്യോ അയ്യോ, ആ തോള ഇട്ടോണ്ട് കിടക്കാം കേട്ടോ. അതൊക്കത്തില്ല. അതെങ്ങനെയാ? എന്തായാലും ഞാൻ നോക്കട്ടെ. 47 ഇഞ്ചിന്റെ കുടയത്. ചിലരൊക്കെ പറയാറുണ്ട്, ചേച്ചി വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ കാണാൻ തുടങ്ങുന്നത്. എന്നാൽ ചിലർ പറയാറുണ്ട് ബെൻസി ലൈക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നതെന്ന്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ളവരും ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അല്ലയോ? നല്ല വലിപ്പമില്ലേ? രണ്ട് നടക്ക്. അയ്യോ, നല്ല കുടയില്ലയോ? നോക്ക്. നനയുന്നു ഞാൻ. ആ, 2 പേർ 47 ഇഞ്ച്. നല്ല ബലമുണ്ട്, പൊങ്ങത്തില്ല കാറ്റത്ത്. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ മഴയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും മഴയാണെങ്കിൽ രണ്ടുപേർ കൂടെ ഒരുമിച്ച് ഇറങ്ങണമെങ്കിൽ വലിയ കുട വേണമല്ലോ. അങ്ങനെ ഏറ്റവും വലിയ കുട നമ്മുടെ കടകളിലൊക്കെ ചോദിച്ചു, എങ്ങും ഇല്ല. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് ഓൺലൈൻ ഒന്ന് നോക്കൂ കിട്ടുമെന്ന്. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഏറ്റവും വലിയ കുടയാണ്. രണ്ടുപേർക്ക്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങൾ നല്ല സൈസ് ഉള്ളവരാണല്ലോ, രണ്ടുപേർക്കും സുഖമായിട്ട് ആ കുടയ്ക്കകത്ത് പോകാം. അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ അച്ചാറുകൾക്ക് ഞങ്ങൾ മേടിക്കുന്ന ജാർ എന്ന് പറയുന്നത് 1/4 കിലോ കൊടുക്കാൻ 375 ml-ൻ്റെയും 1/2 കിലോ കൊടുക്കാനായിട്ട് 700 ml-ൻ്റെയും പിന്നെ 1 കിലോ, പിന്നെ കുറച്ച് കവറുകളൊക്കെ വേണമായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ വലിയ 2 ജാറുകൾ കാണിച്ചിട്ടുണ്ട്, ലെമൺ ഡേറ്റ്സ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതും അന്നത്തെ ദിവസം അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആകെ അവരുടെ ഈ 2 എണ്ണേ ഉള്ളായിരുന്നു, സ്റ്റോക്ക് തീർന്നായിരുന്നു. ഞാൻ പറഞ്ഞു കുറച്ചുകൂടി എടുത്ത് വെച്ചേക്കണേ, എന്നെ അറിയിക്കണേന്ന്. അപ്പോൾ അങ്ങനെ എല്ലാം ഒതുക്കി പറക്കി വെച്ചു. ഇത് നല്ലൊരു പണിയാണ് കേട്ടോ, ഈ കുപ്പികളെല്ലാം ഒതുക്കി പറക്കി വെക്കലെന്ന് പറയുന്നത്. ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പോയപ്പം കുറെ കൂടുതൽ അങ്ങ് എടുത്തതാ. എപ്പോഴും ഇങ്ങനെ ഇടവിട്ട് പോകണ്ടല്ലോ, അതും കൊണ്ട്. അപ്പോൾ എൻ്റെ അച്ചാറിടാനുള്ള കായം തീർന്നായിരുന്നു. അടുത്ത ബാച്ച് കായവും വരുത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഹോം മെയ്ഡ് ചെയ്യുന്നിടത്തു നിന്നാണ് കായം ഓർഡർ ചെയ്യുന്നത്. 1 കിലോ ഓർഡർ ചെയ്യും, 1/2 കിലോ ബോട്ടിലാക്കി വെക്കും. അപ്പോൾ അത് കേട്ടിട്ട് പലരും ഇപ്പോൾ എനിക്ക് കായത്തിൻ്റെ ഓർഡർ തരുന്നുണ്ട്. ഇങ്ങനെ ലൂസ് അല്ല, അല്ലാതെ തന്നെ ബോട്ടിലും കട്ടക്കായവും കായവും ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഇപ്പോൾ 2-3 പ്രാവശ്യം എടുത്തു കേട്ടോ. സ്റ്റാറ്റസ് ഇട്ടാൽ ഉടനെ തന്നെ തീരുന്നുണ്ട്. യൂസ് ചെയ്തവരൊക്കെ നല്ല അഭിപ്രായമാണ് തന്നത്. ആർക്കെങ്കിലും മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇടണേ. കാരണം എപ്പോഴും ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് സ്വീകരിക്കുന്ന ആളാണ്, അത് ഗുണമായാലും ദോഷമായാലും. ഇതുവരെ മോശമായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക്
എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാമല്ലോ. അപ്പോൾ ഇത് 50 ഗ്രാമിൻ്റെ കട്ടക്കായം, 100 ഗ്രാമിൻ്റെ കട്ടക്കായ, 50 ഗ്രാമിൻ്റെ പൊടി, 100 ഗ്രാമിൻ്റെ പൊടി ഒക്കെ ആയിട്ട് ഇപ്പോൾ 2-3 ബാച്ച് ഞാൻ വരുത്തി. ഇപ്പോൾ ഇതും നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സംഭവമാണ്. എനിക്ക് പേഴ്സണലി ഞാൻ അച്ചാറിന് നേരത്തെ ബ്രാൻഡഡ് കമ്പനി ഐറ്റംസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നി കേട്ടോ. അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിദേശത്തുള്ളവരാണ് കൂടുതലും എൻ്റെ കയ്യിൽ നിന്ന് ഇത് 100ൻ്റെയും ഒക്കെ 5ഉം 10ഉം ഒക്കെ ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. കാരണം അത് അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം പ്രത്യേകം എടുത്ത് വെച്ചേക്കണേന്ന് പറയാറുമുണ്ട്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് ആരും എൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കരുത്. നമ്മുടെ ഈ വർഷത്തെ ചക്ക പരിപാടി ഫുൾ തീർന്നു. ഞാൻ ചിപ്സ് ഉണ്ടാക്കിയില്ല, ചക്ക വരട്ടി ചെയ്തിരുന്നു, 5 ബാച്ച് ചെയ്തിരുന്നു. പക്ഷേ ഇനിയും ഒരു 50 കിലോ ചക്ക വരട്ടിയതുണ്ടെങ്കിലും മേടിക്കാൻ ആളുകളുണ്ട്. അത്രയ്ക്ക് ഓർഡർ വന്ന് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ തീർന്നു, ഈ പ്രാവശ്യത്തത് തീർന്നു. അത്യാവശ്യം പൈസ അയച്ചു തന്നവർക്കെല്ലാം തൃപ്തിപ്പെടുത്താനുള്ളത് ദൈവകൃപയാൽ ഞാൻ ചെയ്തു എന്ന് പറയാം. 2 ബാച്ച് ചെയ്യാൻ ഞാൻ പുറത്തുനിന്ന് ഒരു ചേച്ചിയെ വിളിച്ചായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള 3 ബാച്ചും ഞാൻ തന്നെയാണ് ചെയ്തത് കേട്ടോ. ചക്ക കിട്ടുന്നുവെങ്കിൽ ഞാൻ ഇനിയും ചെയ്യാൻ റെഡിയാണ് കേട്ടോ. കാരണം കൂഴച്ചക്ക ഇഷ്ടം പോലെ ഇവിടെ അടുത്ത വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൂഴച്ചക്കയിൽ ചെയ്യാറില്ല, വരിക്കച്ചക്കയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തു. കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ മേടിച്ചവർ തന്നെ വീണ്ടും 4-5 കിലോയ്ക്കൊക്കെ ഓർഡർ തന്നിട്ടുണ്ട്. എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എൻ്റെ വാട്സപ്പ് കോണ്ടാക്റ്റ് ഉള്ളവർക്കറിയാം. ഞാൻ ചക്ക വരട്ടിയതിൻ്റെ സ്റ്റാറ്റസ് അന്ന് തന്നെ ഇടും. പിറ്റേന്ന് തന്നെ ഫുൾ കാലിയാവും. കുറേ പേര് കംപ്ലൈൻറ്റും പറഞ്ഞത് എന്ത് കഷ്ടമാണ്, ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് സാധനം തീർന്നു പോകുവാണോ, ഇത് എന്താ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ പേര് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടിരുന്നു, എപ്പോൾ ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് തരണം, അത് കഴിഞ്ഞിട്ടേ വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ലൊരു പണിയായിരുന്നു കേട്ടോ. അതൊക്കെ ഡയറിയിൽ എഴുതി വെച്ച് കറക്റ്റ് എല്ലാവർക്കും സാധനം എത്തിക്കുക എന്നുള്ളത്. കാരണം പൈസ മേടിച്ചിട്ട് സാധനം കൊടുക്കാതെ തിരിച്ച് പൈസ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാലും അതൊരു വിഷമം പിടിച്ച കാര്യമാണ്. കാരണം അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടാണല്ലോ നമുക്ക് ഓർഡർ തരുന്നത്. അപ്പം നമ്മുടെ ഈ വർഷത്തെ ചക്ക പരിപാടി തീർന്നു. ഇനി അടുത്ത വർഷമേ ഉള്ളൂ. വാങ്ങിയവർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. കാരണം നമ്മൾ ഇതിനകത്ത് വേറെ യാതൊരു മായവും ചേർക്കുന്നില്ല. കാരണം എവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലും ഉള്ളി, ചക്കയും, നെയ്യും, ശർക്കരയും, ഏലക്കയും ഇത്രയും മാത്രമേ ഉള്ളൂ. അത് നെയ്യ് ചേർക്കുന്നതിനകത്ത് ഒരു കഞ്ചൂസിയും കാണിച്ചിട്ടില്ല, ഏലക്ക ചേർക്കുന്നതിനകത്തും കഞ്ചൂസി കാണിച്ചിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു. അത് എന്താണ്, നിങ്ങളത് ഏറ്റെടുക്കുന്നു, അതാണ് ഏറ്റവും എനിക്ക് സന്തോഷം. കാരണം ഇപ്പം ധാരാളം പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രമല്ല. എന്നിട്ടും എൻ്റെ കയ്യിൽ ഇത്രയും ആളുകൾ മേടിക്കാൻ റെഡി ആവുന്നു എങ്കിൽ അത് എന്നിലുള്ള വിശ്വാസം കൊണ്ടാണല്ലോ. അങ്ങനെ ഇപ്രാവശ്യത്തെ ചക്ക പരിപാടി തീർന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഡയറിയിൽ ഞാൻ എഴുതി വെച്ചേക്കുന്നതനുസരിച്ച് ഓരോ കവറിലും അമേരിക്കയ്ക്കുള്ളത് സെപ്പറേറ്റ്, കാനഡയ്ക്കുള്ളത് സെപ്പറേറ്റ്, നാട്ടിലോട്ടുള്ള സെപ്പറേറ്റ്, പിന്നെ അഡ്വാൻസ് തന്നവർക്ക് എന്തെങ്കിലും അതിനകത്ത് സിമ്പിൾ ഇട്ട് വെക്കും. നല്ലൊരു പണിയാണ് കേട്ടോ. പക്ഷേ എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റി, അത് വലിയൊരു സന്തോഷമാണ്. ഞാൻ സാധാരണ തൂത്ത് തുടയ്ക്കാനാണ് പുറത്തുനിന്ന് ആളുകളെ വെച്ചിരുന്നത് കേട്ടോ. അത് മാസത്തിൽ 2 ദിവസമോ 3 ദിവസമോ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് നേരത്തെ അച്ചാർ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ ആരെയും വെച്ചിട്ടില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ മുറി തൂക്കുമ്പോൾ തന്നെ ഇതുപോലെ മാറാലയൊക്കെ അടിച്ച് വൃത്തിയാക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ പറ്റാറില്ല, തൂത്തങ്ങ് വിടത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തുടയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്, അതിന് നല്ല സമയവും വേണം. അപ്പം ജോലിക്കാരെ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ നമ്മുടെ സമയത്ത് അവരെ കിട്ടാറും ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ജോസേനടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഓരോ മുറി വെച്ച് നമുക്ക് രാത്രി സമയം കിട്ടുമ്പോൾ അങ്ങ് ചെയ്യാം. അങ്ങനെ ഒരു 4 മണിയായപ്പോൾ ഒരു ബെഡ്റൂമിൽ തുടങ്ങിയതാണ് ഞാൻ. പക്ഷേ ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്താണ്, ചില സമയത്ത് ചില തോന്നലുകളല്ലേ മൊത്തം അങ്ങ് ചെയ്യണമെന്ന്. അങ്ങനെ മൊത്തത്തിലങ്ങ് അടിച്ചു വാരി ക്ലീൻ ചെയ്തു. പക്ഷേ 4:30-ക്ക് തുടങ്ങിയതാണ്, ഞാൻ തീർന്നപ്പോൾ 11 മണിയെങ്കിലും ആയി കേട്ടോ രാത്രി. പക്ഷേ തുടയ്ക്കാൻ ഓരോ മുറി കംപ്ലീറ്റ് ചെയ്താൽ വന്നേ. അപ്പോൾ തുടയ്ക്കുന്ന സമയമായപ്പോൾ ജോസാൻ മോപ്പ് പിഴിഞ്ഞു തന്നു, ഞാൻ തുടച്ചു. ഈ ബാഗെന്ന് പറയുന്നത് ബോംബെയിൽ ഞാൻ പുതിയത് മേടിച്ചിട്ട് ബോംബെ ഒറ്റ ദിവസം പോലും യൂസ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് കോവിഡായിട്ട് വീട്ടിലിരിക്കേണ്ടി വന്നത്. അതിനുശേഷം നാട്ടിൽ വരാൻ നേരം ട്രെയിനിൽ യൂസ് ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം ഈ അലമാരിക്കകത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറേ ചില്ലറ സാധനങ്ങളുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട്. അത് തുറക്കുന്നേ ഇല്ലായിരുന്നു, അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന അലമാരിയാണ്.
അപ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു, എല്ലാം ഒന്ന് അടുക്കി പറക്കി. ഇതേണ്ട കണ്ടില്ലേ, നമ്മൾ ടിപ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്പ്രേ ബോട്ടിൽ മേടിച്ച് വെച്ചിരുന്നതാണ്, അത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ എക്സ്പയറി ഡേറ്റ് ആയത് വീണ്ടും എടുത്ത് കളയാനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ എടുത്ത് കളഞ്ഞ് നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം വീണ്ടും ഉണ്ടായിരുന്നു. എന്തായാലും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പഴയ ആൽബങ്ങളൊക്കെ കിട്ടി കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആൽബം ഉണ്ടല്ലോ എൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ. തപ്പി പറക്കി വന്നപ്പം പഴയ ആൽബം വേറെ ഉണ്ട് കേട്ടോ, നോക്കി എടുക്കണം. കണ്ടോ ആരാന്ന്, ബോംബെ വെച്ച്. ഇത് ബോംബെ ഓഫീസിൽ, ഇതാണ് ഞാനേ ഈ ആൽബത്തിലെ ഫോട്ടോസൊക്കെ പിന്നെ കാണിക്കാമേ. ഇത് ബിജീസ് കിച്ചൻ്റെ കല്യാണത്തിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെയും ഒക്കെയുണ്ട്, ഞാൻ കാണിക്കാം. കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ്, അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ നല്ലപോലെ സൂം ചെയ്ത് കാണിച്ചെങ്കിലേ നിങ്ങൾക്ക് ക്ലിയർ ആവത്തുള്ളൂ. കുറേ ഫോട്ടോസ് ഉണ്ട്, മെമ്മറീസ്. പിന്നെ കാണിക്കാം കേട്ടോ ഫോട്ടോസൊക്കെ. പപ്പയും അമ്മയും കാണുന്നുണ്ടോ, വർഷങ്ങൾ പഴക്കമുണ്ട്. ഞാൻ പിന്നെ കറക്റ്റ് കാണിക്കാം, വേറെ ആൽബം കൂടെ തപ്പിയെടുക്കട്ടെ. കല്യാണ ആൽബം, അതുപോലെ തന്നെ ഓഫീസിലെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒക്കെയുള്ള ആൽബം, ബിജീസ് കിച്ചൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ, ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഞാൻ നോക്കി, ഞാൻ സമയം പോലെ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാം പഴയ ഫോട്ടോസൊക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ സാധനങ്ങൾ കളയാനുണ്ടെന്ന്. എല്ലാം ഓരോ റൂം തൂത്തിറക്കി തുടച്ച് വരുമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. പിന്നെ കളയാനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, പണ്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ബോംബെ വെച്ച്, അതിൻ്റെ സോപ്പ് ബേസ് ആണ്. ഒറ്റ പ്രാവശ്യം സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി അത് മൊത്തം കളയാനാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഇത് ഒരു 2 മാസം മുമ്പ് എടുത്തായിരുന്നെങ്കിൽ യൂസ് ചെയ്യായിരുന്നു. ആലുവേര ജെല്ല്, ഇതും ഞാൻ ബോംബെയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. എന്തെങ്കിലും ക്രീമൊക്കെ ഉണ്ടാക്കാമെന്നും പറഞ്ഞ്. നല്ല മണമുണ്ട്, അത് കണ്ടിട്ട് പന്നലാന്നൊന്നും തോന്നുന്നേ ഇല്ല. എങ്കിലും അതും കളഞ്ഞു. പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ബോംബെയിൽ നിന്ന് വന്ന സമയത്ത് അറിയാമല്ലോ എൻ്റെ കാലിൻ്റെ ഇഷ്യൂ. അപ്പം ബോംബെ വെച്ച് ഇത് കയോലിൻ ക്ലേ, ഇതിൻ്റെ ഞാൻ ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 1-2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി അതും കളഞ്ഞു. അപ്പം ബോംബെയിൽ നിന്ന് വന്ന സമയത്ത് ഉള്ള ആയുർവേദ ആശുപത്രികളെല്ലാം കയറി ഇറങ്ങി, അവിടെ നിന്നെല്ലാം കാലത്തേക്കാൻ എണ്ണ തരുമായിരുന്നു. അതിനുശേഷമാണല്ലോ ഞാൻ എലമെൻസിൻ്റെ ബിസിനസ് തുടങ്ങിയത്. അതിനകത്ത് ചാമ്പ്യൻ ഏറ്റവും ബെസ്റ്റാണ് വേദനയ്ക്ക്. ഞാൻ അതാണ് കണ്ടിന്യൂസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പലരും എൻ്റെ നിന്ന് 4-5 ബോട്ടിൽ ഒരുമിച്ച് കൊണ്ടുപോകാറുണ്ട് കേട്ടോ, മുട്ടുവേദനയ്ക്കും ദേഹവേദനയ്ക്കും ഷോൾഡർ പെയിനൊക്കെ. അപ്പോൾ അത് കിട്ടിയത് പിന്നെ ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതിന് ഇത്രയും വർഷങ്ങളായില്ലേ, എല്ലാം എടുത്ത് കളഞ്ഞു. കുറേ എണ്ണകളുണ്ടായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻസി ചേച്ചി എന്തോ സമരത്തിന് പോയാണോ, ജാഥയ്ക്കൊക്കെ ഉണ്ടല്ലോ, സമരം വിളിക്കാൻ പോയാണോ എന്നൊക്കെ ചിന്തിക്കും. ഇപ്പം എന്താണ്, വ്യാപാരികളുടെ കൂട്ടത്തിലാണല്ലോ ഞങ്ങളും. വ്യാപാര വ്യവസായ കൊട്ടാരക്കര നെല്ലിക്കുന്ന യൂണിറ്റിൻ്റെ വ്യാപാരി വ്യവസായികളുടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതിന് അത്രയും ഏരിയയിൽ ചെറിയ ഒരു എന്താണ്, ആ നിൽക്കുന്ന ആളെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, കൊട്ടാരക്കര വാർത്തകൾ എന്നും പറഞ്ഞൊരു ചാനലുണ്ട്, അവർ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞങ്ങളുടെ റാലിയാണ് ആ നെല്ലിക്കുന്നത്ത് ഇച്ചിരി സ്ഥലത്ത് ഒന്ന് റൗണ്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും സമ്മതിക്കണം, കാരണം എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണല്ലോ ഈ വ്യാപാരികളുടെ എന്ന് പറയുമ്പോൾ. അവരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയതാണ്. വ്യാപാരികളുടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൽ ഇടപെടാൻ ആ സമയത്ത് ആളുകൾ വേണം. അതുകൊണ്ട് തന്നെ അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും പോയതാണ് കേട്ടോ. അപ്പം ജോസ്യാൻ ഇടയ്ക്ക് എന്നെ കളിയാക്കുമായിരുന്നു, നെല്ലിക്കുന്നത്ത് വന്നിട്ട് ഓരോരുത്തർ വ്യവസായികളായി, ചേച്ചി വലിയ മുതലാളിയമ്മയായി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോയതാണ്. പോയിട്ട് പക്ഷേ ഫുൾ ടൈം എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. ഞാനൊരു 6 മണിയായപ്പോൾ തീർന്നില്ല കേട്ടോ. ഞാനൊരു 5:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. കാരണം അന്ന് തന്നെ സൺഡേ ആയിരുന്നു, സൺഡേ ഉച്ച കഴിഞ്ഞായിരുന്നു. 3 മണിക്കാണ് ഇത് പ്രോഗ്രാം തുടങ്ങിയത്. പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി. വൈകിട്ട് ചർച്ചിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രെയർ ഉണ്ടായിരുന്നു, അതിന് പോകണമായിരുന്നു. അപ്പോൾ 5:30 ഇറങ്ങിയിട്ട് പ്രെയറിന് പോയി. അന്നത്തെ ദിവസം ഫുൾ തിരക്കായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ ചാനലിൽ ഷോർട്സ് ഇടുന്നുണ്ട്, അതുപോലെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ.
നാരങ്ങ മേടിച്ചായിരുന്നു, ലെമൺ ഡേറ്റ്സ് തീർന്നായിരുന്നു, എനിക്ക് മാങ്ങ അച്ചാർ ഇടണമായിരുന്നു. ഈ മാങ്ങ എന്ന് പറയുന്നത് ഞാൻ സ്റ്റാറ്റസിൽ കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കറമുറ ഇരിക്കുന്ന അച്ചാറാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് മാങ്ങ മേടിച്ചവർക്കറിയാം, നല്ല കറമുറ. എനിക്കതാണ് ഇഷ്ടം. പൊതുവെ 95% ആൾക്കാർക്കും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നവർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇടണമായിരുന്നു. അതിനുശേഷം ഇതും ഞാൻ 2 ദിവസം മുമ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. മാങ്ങാ പെരട്ട് അല്ലെങ്കിൽ പെരട്ട് മാങ്ങ, എങ്ങനെ വേണേലും പറയാം. ഒന്ന് ട്രൈ ചെയ്തതാണ്. നമ്മൾ നെല്ലിക്ക പെരട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ സെയിം മോഡലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കട്ടിയുള്ള മാങ്ങയുടെ തൊലിയാണെന്നുണ്ടെങ്കിൽ ഇത് കനിയാൻ ഒത്തിരി സമയം എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ മാങ്ങയ്ക്ക് തൊലി ഇച്ചിരി ആണെങ്കിൽ അത് ഇച്ചിരി ഒരു തൊലിയുടെ ഒരു കയ്പ് ഫീലാവും. അധികം കയ്പില്ലാത്ത തൊലിയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പക്ഷെ കനിയണം, ഇരിക്കും തോറും കനിയണം. അതിനുശേഷം മസാലയൊക്കെ ഇട്ട് ഇളക്കി നല്ല സൂപ്പർ അച്ചാറാണ്. ഞാൻ സ്റ്റാറ്റസ് ഇട്ട് പിറ്റേന്ന് തന്നെ ഫുള്ള് തീർന്നു. അന്ന് തന്നെ സ്റ്റാറ്റസ് ഇട്ട് അരമണിക്കൂറിനകം ഇവിടെ അമ്പലപ്പുറത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, എന്ത് വെറൈറ്റി ഇട്ടാലും പുള്ളിക്കാരി ആദ്യം ഓടി വരും. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ വന്നില്ലെന്നുണ്ട് എനിക്കിത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നേന്ന്. പുള്ളിക്കാരി വീട്ടിൽ ചെന്നിട്ട് ഉടനെ തന്നെ വീണ്ടും എനിക്ക് ഓർഡർ തന്നു, പൈസ ചെയ്തിട്ടേക്കുവാണ്. ഇതുവരെ സാധനം കൊണ്ടുപോയിട്ടില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയം വരെ, കാരണം തീർന്നു പോയാലോ എന്ന് വിചാരിച്ച് ഓർഡർ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ. അപ്പൊ ഈ സംഭവം ഞാൻ ഈ ഇട്ടത് തീർന്നു, പക്ഷെ ഇനി അടുത്ത സ്റ്റോക്ക് ആക്കുന്നുണ്ട്, കാരണം എനിക്കതിന്റെ ഓർഡർ ഉണ്ട്. ഇതുപോലെ ആയിരുന്നല്ലോ നമ്മൾ ആദ്യമായിട്ട് ലെമൺ ഗാർലിക്, അതായത് നാരങ്ങയും വെളുത്തുള്ളിയും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തത്. ആദ്യം ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തു, പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ആളുകൾ മേടിക്കുന്നത് അതാണ്, നാരങ്ങ വെളുത്തുള്ളി. അതുപോലെ ഒരു സക്സസ് ആവും ഇതും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതൊറ്റ ദിവസം കൊണ്ട് തന്നെ ഫുള്ള് തീർന്നു. ഇനിയിപ്പം 2-3 ദിവസത്തിനകം അടുത്ത സ്റ്റോക്ക് റെഡിയാക്കും കേട്ടോ. ഇതൊക്കെ ചെയ്തത് രാത്രിയിലാണ്. മാങ്ങാ പരിപാടി ഒരു ദിവസത്തെ പണിയാണ്, പ്രത്യേകിച്ച് കടുമാങ്ങ എന്ന് പറയുന്നത്. ഇത് ചെയ്തതും രാത്രിയാണ്. നീ എവിടെയായിരുന്നു? എടി സുന്ദരി, എടി സുന്ദരി, സുന്ദരി, സുന്ദരി. ചേടാ, വിളിയും കേൾക്കുന്നില്ലേ? എടി നീ എവിടെയായിരുന്നു കുറേ ദിവസമായിട്ട്? നിന്നെ ഏറിയയിലെങ്ങും കണ്ടില്ലല്ലോ സുന്ദരി. ഓ, ഒന്ന് തൊടണമെന്നുണ്ട്, പക്ഷെ സമ്മതിക്കത്തില്ല, നിന്ന് തരത്തില്ല. അടുത്തോട്ട് എന്നാ ഓടും. എന്നാൽ ഇടയ്ക്കൊക്കെ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നു, എന്നാലും അങ്ങോട്ട് അടുത്തിട്ടില്ല. മുഖം കഴുകുന്നു, ഞങ്ങളൊക്കെ ഇതിന് മുഖം കഴുകുന്നെന്നാണ് പറഞ്ഞത്. നിനക്ക് ചെവി ഇല്ലയോടി സുന്ദരി? ഒക്കെ ചെവി കേൾക്കത്തില്ലെന്ന് തോന്നുന്നു. മറ്റേ വിളിക്കുമ്പോഴേ കരഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. ഡി, എന്താ വിളി കേൾക്കാത്തെ? എടി, വിളി കേൾക്കാത്ത എന്താന്ന്? ഓഹോ, ഒരുക്കത്തിൻ്റെ മേളം ഇവിടെ, ഒരുക്കം. സുന്ദരി, ഡി പെണ്ണെ, അയ്യോ എന്നെ കടിക്കല്ലേ, എന്നെ കടിക്കല്ലേ കേട്ടോ. നിങ്ങൾ കാണുന്നവർ വിചാരിക്കും ഇവരെയൊക്കെ ഞാൻ വളർത്തുന്നതാണെന്ന് കേട്ടോ. ഇതൊന്നും ഞങ്ങളുടെ വീട്ടിലെയല്ല, ഏതോ വീടുകളിലെയാണ്. പക്ഷേ ഈ മുറ്റത്ത് ഇഷ്ടംപോലെ പൂച്ചകളുണ്ട്. അത് കള്ള പൂച്ചകളും ഉണ്ട്, കണ്ണ് തപ്പി അകത്ത് കയറി നാശം ചെയ്യുന്നതുങ്ങളും ഉണ്ട്. അയ്യോ എൻ്റെ വടി. ഇന്നലെയൊക്കെ ഇവിടെ മീമി ഉണ്ടായിരുന്നു, നീ എവിടെ പോയി? അടുത്ത ആളെത്തിയല്ലോ. ഇതിനാണെ ഒരു പേടിയെന്ന് പറയുന്നില്ലാത്തൊരു പൂച്ചയായിരുന്നു. കഥ ഇച്ചിരി തുറന്നിട്ട് അകത്ത് വന്ന് നിന്നിട്ട് കരഞ്ഞു കാണിക്കും. നോക്കിയാൽ ഞാൻ എന്താ അടുത്താണ് നിൽക്കുന്നതിനൊരു പേടിയേ ഇല്ല, കിടക്കുക. പ്രസവം കഴിഞ്ഞതേ ഉള്ളൂ. ഇത് പിന്നെ പെരയ്ക്കകത്ത് കയറത്തേ ഇല്ല, ഈ പടിയലൊക്കെ ഇരുന്നോളും. ഇതുവരെ പെരയ്ക്കകത്ത് കയറി ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇത് കണ്ണ് തപ്പിയ പെരയ്ക്കകത്ത് കയറും. അപ്പോൾ പുതിയ ബാച്ച് നമ്മുടെ നാരങ്ങ, ഈന്തപ്പഴം, അണ്ടിപ്പരിപ്പ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് മെനഞ്ഞാന്നിട്ടതാണ് കേട്ടോ. സ്റ്റാറ്റസ് ഞാൻ ഇതുവരെ വാട്സപ്പിൽ ഇട്ടില്ല, ഉടനെ സ്റ്റാറ്റസ് കൂടി ഇടാം. കാരണം വീഡിയോ കാണുന്നവരെല്ലാം സ്റ്റാറ്റസ് കാണണമെന്നില്ല, സ്റ്റാറ്റസ് കാണുന്നവരെല്ലാം വീഡിയോ കാണണമെന്നില്ല. ഇപ്പോൾ പുതിയ ബാച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമല്ലോ. ചിലർ പറയും മെൻസി ഈന്തപ്പഴം ഇത്തിരി ഒന്ന് കുറച്ചേരെ, ഇത്രയും മധുരം വേണ്ടാന്ന്. എന്നാൽ ചിലർ പറയും ചേച്ചി ഈന്തപ്പഴം കൂടുതൽ, നാരങ്ങ കുറച്ചുമാണ് വേണ്ടതെന്ന് പറയും. ചിലർ പറയും ഇച്ചിരി കൂടെ എരിയാവാം. എല്ലാവരെയും പോഷിപ്പിക്കേണ്ട കടമ എനിക്കാണല്ലോ. കാരണം എല്ലാവരെയും ഒരേ രീതിയിൽ കൊണ്ടുപോകണമല്ലോ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമല്ലോ. അപ്പോൾ ഒരു മീഡിയം പരുവത്തിലാണ് ഞാൻ പോകുന്നത്. അധികം മധുരമില്ലാതെ, അധികം നാരങ്ങയില്ലാതെ, അധികം എരിയില്ലാതെ ഒരു പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാനിപ്പോൾ ഈ
ഈന്തപ്പഴം ഇടുന്നത്. അതിനകത്ത് ആ ഇടയ്ക്ക് ആ അണ്ടിപ്പരിപ്പ് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ജാറ്. ഇതിനകത്ത് ഒരെണ്ണത്തിൽ 7.5 കിലോ കൊള്ളും അച്ചാറ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ 3-4 ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പേടിയാണ് അത് എടുക്കാൻ അത്രയും വെയിറ്റോട് കൂടി. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചില്ലറ പില്ലറ വീഡിയോ ആണ് കേട്ടോ. അതായത് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള. അപ്പം പുതിയ ബാച്ച് കപ്പ വന്നിട്ടുണ്ട്. കുറേ ആളുകൾ സ്ഥിരം എൻ്റെ അടുത്ത് വാട്ടക്കപ്പ ചോദിക്കുന്നുണ്ട്. സ്റ്റോക്ക് തീർന്നായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് സ്റ്റോക്ക് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. തീർന്നിട്ട് കിട്ടിയില്ല എന്ന് പരാതി പറയരുത് കേട്ടോ. കാരണം ഇതൊക്കെ പെട്ടെന്ന് തീരുന്ന സംഭവമാണ്. അപ്പോൾ അത് പരീക്ഷിക്കാൻ രാവിലെ കൊണ്ടുവന്നു. രാവിലെ തന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു ഇത്. അപ്പം രാവിലെ തന്നെ ഇത് ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിരുന്നു. വാട്ടക്കപ്പ എപ്പോഴും നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞത് ഒരു 6-7 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് കുതിർക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ദിവസമാണ് നാരങ്ങ ഡേറ്റ്സും ഇട്ടത്. രാത്രിയിലായിരുന്നു ഇട്ടത്. അപ്പോൾ ജോസാൻ പറഞ്ഞെങ്കിൽ കപ്പയുടെ പരിപാടി ഞാൻ ചെയ്യാൻ. ജോസാൻ കഴുകി. ഞാൻ കുക്കറിൽ അങ്ങനെ വേവിക്കാറില്ല കേട്ടോ. കലത്തിൽ തന്നെയാണ് വേവിക്കുന്നത്. കുക്കറിൽ ഞാൻ കപ്പ വേവിക്കാറേ ഇല്ല. അപ്പോൾ ജോസാൻ പറഞ്ഞു വേണ്ട, ഇതാകുമ്പോൾ ഒറ്റ വിസിൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നിരക്കെ വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുത്തി അതിനുശേഷം ഓഫ് ചെയ്തിട്ട് ഫുൾ സ്റ്റീം പോകുന്നതിന് മുമ്പ് തന്നെ തുറന്ന് ആ വെള്ളം കളഞ്ഞ ശേഷം അതിനകത്ത് അരപ്പിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇടാതെ തന്നെ അല്ലാതെ നന്നായിട്ട് വേവുന്ന കപ്പയാണ്. നമ്മൾ സ്ഥിരം എടുക്കുന്നിടത്തു നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനു മുമ്പ് ഇവിടുന്ന് തന്നെ എടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് പറയണമല്ലോ കറക്റ്റായിട്ട്. എനിക്ക് മനസാക്ഷി കുത്തില്ലാതെ പറയണമല്ലോ ഈ നല്ലതാണെന്ന്. ഇത് മാങ്ങാ പെരട്ട് ജോസാൻ പറഞ്ഞു. ജോസാന് മീനിന്റെ കൂടെ ഇച്ചിരി മാങ്ങാ പെരട്ടൂടെ വെച്ചേക്കെന്ന് അങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. രാത്രി തന്നെ ഞങ്ങൾ വെച്ച് കഴിച്ചു. അവിടുത്തെ കപ്പ രാത്രി 12 മണി കഴിഞ്ഞു. നല്ല വേവുന്ന കപ്പയാ. ഇവിടെ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. ഓണത്തിന് മുമ്പേ കഴിക്കേണ്ടിയവർക്ക് മേടിച്ച് കഴിക്കാം. നന്നായിട്ട് കുഴഞ്ഞു. ഇത് അവരുടെ വീടിൻ്റെ മേളിലിട്ട് അവരുടെ സ്വന്തം കപ്പ അവർ പറിച്ച് വൃത്തിയാക്കി ചെയ്തതാണ്. ഞാൻ ലെമൺ ഡേറ്റ്സിന്റെ അച്ചാർ ഇടുമായിരുന്നെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ജോസാൻ ഇത് വിസിൽ വരുത്തി ഇട്ടിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അരപ്പിട്ട് അത് കുഴച്ചെടുത്തു. അതിന് ശേഷം ഇത്തിരി മീനുണ്ടായിരുന്നു, അതിൻ്റെ മീൻകറി വെച്ചു. അതുകൊണ്ടാണ് ലേറ്റ് ആയത് കേട്ടോ. പിന്നെ കുളിച്ച് പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് കഴിച്ചത്. പിറ്റേന്ന് രാവിലെ തീർച്ചയായിട്ടും അറിയാമല്ലോ, പിറ്റേന്ന് രാവിലെ അല്ല ഉച്ചയ്ക്കാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പല വ്ളോഗിലും കാണിച്ചിട്ടുണ്ട് കാന്താരിയുടെയൊക്കെ തൈ പാകിയത്. അത് ഇത്രത്തോളമായി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് നിസ്സാരം ഒരു ഇല കിട്ടിയാലും എന്ത് കിട്ടിയാലും നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് എന്താണ് ഒരു 10 കിലോ കിട്ടിയതിന് തുല്യമാണ് ഇത്രയും കാന്താരി എനിക്ക് കിട്ടിയത്. ഒന്നുമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ കാലാവസ്ഥ ഇപ്പം നമ്മുടെ വളരെ മോശമാണ്. ചൂടും തണുപ്പും ഒക്കെ മാറി മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ട് പഴുത്ത് തുടങ്ങുന്നുണ്ട്, ഇല പഴുക്കുന്നുണ്ട്. എങ്കിലും ഞാനത് പൊന്നെ പോലെ സൂക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇത്രയും കാന്താരി എനിക്ക് കിട്ടി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടിരുന്നു. പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. ആ കപ്പയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കപ്പ പഴങ്കഞ്ഞി കുടിക്കണമല്ലോ. എനിക്ക് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലെയൊക്കെ ഞങ്ങളുടെ കാലത്ത് കുഞ്ഞിലെയൊക്കെ കൂടുതലും പഴങ്കഞ്ഞി കഞ്ഞിയൊക്കെ ആയിരുന്നു കേട്ടോ, കപ്പ പുഴുങ്ങിയത്. അതിനുശേഷമാണ് പലഹാരങ്ങളിലോട്ട് പോയത്. അപ്പോൾ അന്ന് പക്ഷേ ഡെയിലി പഴങ്കഞ്ഞി കുടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറയുന്നത് ഞങ്ങൾ 1-2 മണിക്കൂർ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ വ്യായാമം ഒക്കെയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ പഴങ്കഞ്ഞി ശരീരത്തിന് നല്ലതാണെങ്കിലും അത് കുടിച്ചിട്ട് ജോലിയൊന്നും ചെയ്യാതെ കിടന്നുറങ്ങിയാൽ അതിനനുസരിച്ച് നമ്മുടെ ബോഡി ഫാറ്റ് കൂടും. അതല്ല നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് എക്സർസൈസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വർഷങ്ങളായി ഒരു പഴങ്കഞ്ഞി കുടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഇത് കാണുന്നവർ വേണമെങ്കിൽ പറഞ്ഞേക്കാൻ, ചുമ്മാ അതല്ല തടി കൂടുന്നത് ഈ തീറ്റിയല്ലയോ എന്ന്. എന്നെ ആരും ട്രോൾ ചെയ്യാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കിഷ്ടമാണ് പഴങ്കഞ്ഞി. അതിനകത്ത് കപ്പയ്ക്കകത്തോട്ട് തൈരും മീൻചാറും കാന്താരിയും കൊച്ചുള്ളിയും ഒക്കെ ഉടച്ച് അങ്ങോട്ട് തിന്നുമ്പോഴുള്ള ആ ഒരു തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. എൻ്റെ പൊന്നെ എന്തോ ടേസ്റ്റാണെന്നറിയാമോ. പുതിയ കുട്ടികൾക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അവർ പഴങ്കഞ്ഞി എന്താണെന്ന് ചോദിക്കും. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന മലയാളി കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മലയാളി കുട്ടികൾക്ക് പഴങ്കഞ്ഞി എന്ന് പറയുന്ന സംഭവമേ അറിയില്ല. കഞ്ഞി പോലും അവർക്ക് നല്ലപോലെ അറിയില്ല. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ കാലത്തുള്ളവർക്ക് പഴങ്കഞ്ഞി എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടതാണ്.
ആം, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ വേണമെങ്കിലും കമൻറ്റ് വരാം, ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് നെവർ മൈൻഡാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് പറഞ്ഞ് മാറ്റി വെക്കണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. ഇത്രയും വിശേഷങ്ങളെ ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. കാരണം ഇനി പറഞ്ഞാൽ കൂടിപ്പോവും. വിശേഷങ്ങൾ ഇനിയും ധാരാളം ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. കാരണം കുറേ നാളിപ്പം ഗ്യാപ്പിട്ടാണല്ലോ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഉടനെ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.